വേറെ ആരെയും നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുവാക്കിയാലും നിങ്ങളുടെ വയറിനെ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുവാക്കരുത്. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ശത്രുക്കളായെന്ന് കാണണമെന്നോ അല്ലെങ്കിൽ ശത്രുവാക്കണമെന്നോ പറഞ്ഞതല്ല. അതൊരു വീഡിയോയുടെ ഒരു ഹുക്കിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ ശത്രുവാക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായിട്ടുള്ള കാര്യമാണ് ഈ വൈകി ഭക്ഷണം കഴിപ്പ്. ഒരു പരിധി വിട്ട് വയറ് ഭയങ്കരമായിട്ട് നിറച്ച് കഴിക്കുക, അമിതമായിട്ട് കൊഴുപ്പും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിന്റെ അമിത ഉപയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അധികം കാലമൊന്നും വേണ്ടി വരില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ വയറ് തന്നെയായിരിക്കും. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് ഉറക്കം ലഭിക്കാതെ വരിക എന്നുള്ളതാണ്. ഇതൊരു പാറ്റേൺ ആയി, അതൊരു ഹാബിറ്റായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് കുടലിന് സാരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ദഹന പ്രശ്നങ്ങളിലേക്ക് നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് ഇതിൽ പറയാനുള്ളത്, നമ്മുടെ കുടലിനെ നമുക്ക് ശത്രുവാക്കണമെങ്കിൽ നമ്മുടെ കുടലിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ 2 ശത്രുക്കളുമായിട്ട് നമ്മൾ കൂട്ടുകൂടിയാൽ മതി. ആ 2 ശത്രുക്കളാണ്, ഒന്ന് പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ റെഡ് മീറ്റും. ഇത് രണ്ടും നമ്മൾ ഇതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുടൽ നമ്മുടെ ശത്രുവായി പെരുമാറുന്നത് പോലെ നമുക്ക് തോന്നും. നാലാമതായിട്ടുള്ള കാര്യം അമിതമായിട്ട് സ്ട്രെസ് വരിക എന്നുള്ളത്. ഈ കാര്യങ്ങൾ പോലും നമ്മൾ അതിങ്ങനെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് മനസ്സിനെ മാത്രമല്ല ദോഷമായിട്ട് ബാധിക്കുന്നത്, പ്രത്യേകിച്ച് കുടലിന്റെ ചലനത്തെയൊക്കെ അത് നിയന്ത്രിച്ചേക്കാം. അഞ്ചാമതായിട്ടുള്ള കാര്യം ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുക. ആവശ്യമില്ലാണ്ട് ഇതുപോലെ ചെറിയൊരു പനി വന്നാൽ തന്നെ, ചെറിയൊരു കഫക്കെട്ട് വന്നാൽ തന്നെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം, ഇതിന്റെ ഉപയോഗം കുടലിലെ നല്ല ബാക്ടീരിയകളുടെ നാശത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് നമ്മുടെ കുടലിനെ നമ്മുടെ ഒരു ശത്രുവാക്കി മാറ്റുന്നത്.